എനിക്ക് കിട്ടിയ ടോപ്പിക് എന്ന് പറയുന്നത് ഹലിസ്റ്റമ്മയെ കുറിച്ചാണ്. ഫൈലം നിഡേറിയ, ക്ലാസ് ഹൈഡ്രോസോവ ആണ്. ഇത് ആദ്യം പറയാൻ പോകുന്നത് അതിൻ്റെ ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ആദ്യം ക്ലാസിഫിക്കേഷൻ: കിങ്ഡം അനിമേലിയ, സബ് കിങ്ഡം യൂമെറ്റോസോവ, ഫൈലം നിഡേറിയ, ക്ലാസ് ഹൈഡ്രോസോവ, ഓർഡർ സിഫിനോഫോറ, ഫാമിലി അഗാൽമെറ്റീഡിയ ആൻഡ് ജീനസ് ഹലിസ്റ്റമ്മ. അങ്ങനെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പോകുന്നത്. ഹലിസ്റ്റമ്മ മറയിലാണ് കാണപ്പെടുന്നത്. ഹലിസ്റ്റമ്മ ഈസ് എ മറൈൻ പോളിമോർഫിക് ആൻഡ് പെലാജിക് ഹൈഡ്രോസോൺ കോളനി വിത്ത് ഡിവിഷൻ ഓഫ് ലേബർ അമംഗ് ദ സൂവോയിഡ്സ്. ഏറ്റവും വലിയ ലാർജസ്റ്റ് നെമറ്റോസൈഡ്സ് കാണപ്പെടുന്നത് ഹലിസ്റ്റമ്മയിലാണ്. നിഡേറിയയുടെ ഇതിൽ ഈസ് എ ടിപ്പിക്കൽ പോളിമോർഫിക് കോളനിയാണ്. Polymorphism in Halistemma. Halistemma polymorphism. The order Siphonophora shows the highest degree of polymorphism. Physalia, Porpita and Velella are trimorphic forms. There are 3 types of zooids performing different function perform 3 types of zooid. Halistemma, which belongs to the same order, exhibits polymorphism. എന്താണ് polymorphism? What is polymorphism? Animals having more than 3 types of individuals are called polymorphic. Five types of polyps, each performing a specialized character. സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടർ പോളിപ്സിൻ്റെ ഒരു സ്പെഷ്യൽ 5 ടൈപ്പ് പോളിപ്സ് ഉണ്ട്. ആ പോളിപ്സിൻ്റെ സ്പെഷ്യലൈസ്ഡ് ക്യാരക്ടറൈസാണ് ഇവിടെ പറയുന്നത്. അതിൽ ആദ്യത്തേത് ഗാസ്ട്രോസൂവോയിഡ്സ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫീഡിംഗ് ആണ്. ഡാക്ടിലോസൂവോയിഡ്സ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനാണ്. ടെൻഡക്ലോസൂവോയിഡ്സ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സെൻസറി സെൽസാണ്. സ്കെലറ്റോസൂവോയിഡ്സ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്പൈനി പ്രൊജക്ഷൻ ഓഫ് കൈറ്റിലാണ്. 5 ഗോണോസൂവോയിഡ്സ് റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വലാണ്. അതിൻ്റെ ഫങ്ഷൻ റീപ്രൊഡക്ഷനാണ്. ഗോണോസൂവോയിഡ്സിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സം സ്പീഷീസ് ഓഫ് ഹലിസ്റ്റമ്മ. ഹലിസ്റ്റമ്മയിൽ കുറച്ച് സ്പീഷീസാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഹലിസ്റ്റമ്മ ആംഫിട്രൈഡീസ്, ഹലിസ്റ്റമ്മ ക്യുപ്പിലിഫോറ, ഹലിസ്റ്റമ്മ റുബ്രം, ഹലിസ്റ്റമ്മ സ്ട്രൈറ്റ, ഹലിസ്റ്റമ്മ ട്രാൻസ്ലറൈറ്റം. ഇത് ഹലിസ്റ്റമ്മ റുബ്രം. അടുത്തത് ഹലിസ്റ്റമ്മയുടെ മോർഫോളജിയെ കുറിച്ചാണ് പറയുന്നത്. മോർഫോളജിക്കൽ ക്യാരക്ടറൈസും. ഹലിസ്റ്റമ്മ ഫ്ലോട്ടിംഗ് ഫോമിലാണ് കാണപ്പെടുന്നത്. വിത്ത് ലോങ് തിൻ പിഡങ്കിൾ വിത്ത് നോട്ട്സ് ഹാവിങ് ഡിഫറെൻറ്റ് സൂവോയിഡ്സ്. അതായത് ഹലിസ്റ്റമ്മ ഫ്ലോട്ടിംഗ് ഫോമിലാണ് കാണപ്പെടുന്നത്. വിത്ത് ലോങ് തിൻ പിഡങ്കിളാണ്. The colony consists of a small gas-filled apical float or bladder called pneumatophora. ആ ബ്ലാഡറിനെ വിളിക്കുന്ന പേരാണ് ന്യൂമറ്റോഫോറ. The colony consists of ഈ മേലുള്ള ഈ ബ്ലാഡറിനെ വിളിക്കുന്ന പേരാണ് ന്യൂമറ്റോഫോറ. അതിന് താഴെ കാണപ്പെടുന്ന നെക്ടോഗാലിക്സ് ഓർ സ്വിമ്മിംഗ് വെൽസ് അത് ലോക്കോമോഷന് സഹായിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ കാണപ്പെടുന്നത് നെക്ടോഗാലിക്സ് അസിമെട്രിക് മെഡ്യൂസയാണ്. ലൈക്ക് ബിലോ ദ ന്യൂമറ്റോഫോർ there are numerous closely set swimming zooids called nectogalices or swimming well. അത് ഞാൻ നേരത്തെ പറഞ്ഞു, അതാണിത്. ഇനി അടുത്തത് അതെന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണ് ആൻഡ് മെഡൂസ ലൈക്ക്ഡ് ക്രാസ്പെഡൈറ്റ് സൂവോയിഡ്സ് ആണ്. വിത്തൗട്ട് മാനുബ്രം ബട്ട് വിത്ത് വെലം ആൻഡ് മസിൽസ് ആൻഡ് കനാൽസ്. ദർ ആർ കൺസേൺഡ് വിത്ത് ദ ലോക്കോമോഷൻ ഓഫ് ദ കോളനി. ലോക്കോമോഷന് സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ലോക്കോമോഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ ദേ ആർ കൺട്രാക്ട് റിതമിക്കലി കൺട്രാക്ട് ചെയ്യുന്നു ആൻഡ് ടേക്ക് ഇൻ ദ പമ്പ് ഔട്ട് വാട്ടർ. ദിസ് ക്രിയേറ്റ് എ ജെറ്റ്
പ്രൊപ്പൽഷൻ ആൻഡ് ബ്രിങ്സ് അബൌട്ട് ദ ലൊക്കോമോഷന് അങ്ങനെയാണ് സഹായിക്കുന്നത്. Below the nectogalices are several clusters of zooids called chormedia. Each chormedium, ഓരോ chormedium നമ്മൾ കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓഫ് 4 കൈൻഡ് ഓഫ് സൂവോയിഡ്സ്, നെയിംലി നമുക്കിവിടെ കാണാം ഗാസ്ട്രോസൂവോയിഡ്സ്, ഡാക്റ്റിലോസൂവോയിഡ്സ് ആൻഡ് ഹൈഡ്രോഫീലിയം. അങ്ങനെ 4 തരം ഗാസ്ട്രോസൂവോയിഡ്സ്, ടാക്റ്റിലോസൂവോയിഡ്സ്, ഗോണോസൂവോയിഡ്സ് ആൻഡ് ഹൈഡ്രോഫീലിയം ഓർ ബ്രാക്റ്റ്, അതിനെ ബ്രാക്റ്റ് എന്ന് വിളിക്കും. ഗാസ്ട്രോസൂവോയിഡ്സ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ന്യൂട്രിറ്റീവാണ്, ഫീഡിംഗ് ആണ്, ആർ ട്യൂബുലാർ ന്യൂട്രിറ്റീവ്. ഡാക്റ്റിലോസൂവോയിഡ്സ് എന്ന് പറയുന്നത് ആർ ട്യൂബുലാർ ഡിഫെൻസീവ് ആണ്. ഗോണോസൂവോയിഡ്സ് ആർ റീപ്രൊഡക്റ്റീവ് സൂവോയിഡ്സ്. ഹൈഡ്രോഫീലിയം ഓർ ബ്രാക്റ്റ് are the shield-like protective zooids which covers and protects കോർമീഡിയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്ന് ഹൈഡ്രോഫീലിയം അല്ലെങ്കിൽ ബ്രാക്റ്റിൻ്റെ. മെറ്റോഫോർ എന്ന് പറയുന്നത് അത് ഫ്ലോട്ടിങ്ങിന് സഹായിക്കുന്നുണ്ട്. അടുത്തത് ഗാസ്ട്രോസൂവോയിഡ്സ് എന്ന് പറഞ്ഞാൽ ദ ന്യൂട്രിറ്റീവ് പോളിപ്സ്. ഈ ന്യൂട്രിറ്റീവ് പോളിപ്സിനെ, ഇത് മോഡിഫിക്കേഷൻ ഓഫ് പോളിപ്സ് ആണ്, അതാണ് ഗാസ്ട്രോസൂവോയിഡ്സ്. ദ ന്യൂട്രിറ്റീവ് പോളിപ്സ് ആർ കാൾഡ് ഗാസ്ട്രോസൂവോയിഡ്സിൻ്റെ ന്യൂട്രിറ്റീവ്, അതായത് ഫീഡിംഗ് ആണ് അതിൻ്റെ ഫങ്ഷൻ. അത് ഫീഡിങ് എങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ക്യാച്ച് ദ പ്രേ. ഗാസ്ട്രോസൂവോയിഡ് ക്യാച്ച് ദ പ്രേ ആൻഡ് ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് ത്രൂൺ ഇൻ ടു കൊയിനോസാർക്കൽ കനാലിലേക്ക് ഇതാക്കുന്നതാണ്. ദേ അലോൺ ടേക്ക് അപ്പ് ന്യൂട്രീഷൻ ഇൻ ദ കോളനി. ഒറ്റയ്ക്കാണ് ടേക്കപ്പ് ചെയ്യുന്ന ന്യൂട്രീഷൻ ഇൻ ദ കോളനി. മൗത്ത് പ്രസൻ്റ് ആണ് അവിടെ. ആ മൗത്തിലൂടെ അറ്റ് ദ ടിപ്പ് ഓഫ് ഹൈപ്പോസ്റ്റം നിയർ ദ ബേസ് ഓഫ് ദ ഗാസ്ട്രോസൂവോയിഡ് യൂഷ്വലി എ സിംഗിൾ ലോങ് ആൻഡ് കൺട്രാക്റ്റീൽ tentacle arises. It shows batteries of nematocytes. Lateral branches are presented called tentacle. Lateral branchesനെ വിളിക്കുന്ന പേരാണ് ടെൻഡില്ല. ഈ ഗോണോസൂവോയിഡ്സ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് സൂവോയിഡ്സ് ആണ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനെന്തായാലും മൗത്തില്ല, റീപ്രൊഡക്ഷനാണത്. ദേ ഹാവ് നോ മൗത്ത്. ഇൻ ഫൈസാലിയ ദ ഗോണോസോയിഡ്സ് ഷോസ് ബ്രാഞ്ച്ഡ് സ്റ്റാർക്ക് ബിയറിംഗ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഗോണോഫോഴ്സ്. ഗോണോസൂവോയിഡ്സ് produce medusa called gonophores. In Porpita and Valella, dactylozoids are treated as gonodactylozoids. Female gonospores ആണ്, male gonospores ആണ്. Halistemma exhibits metagenesis or irregular alternation between asexual and sexual generation in its life cycle. Gonozoids are reproduce sexually. This involves a planula larva. After a short period of free swimming life, planula elongates. Then its upper end invaginates and becomes the new metaphor. The lower end becomes a polyp. This initial polyp elongates, undergo repeated budding and thus forms a colony ഫോം ചെയ്യുന്നു. ഈ മോഡിഫിക്കേഷൻ ഓഫ് മെഡ്യൂസൻ്റെ മോഡിഫിക്കേഷനാണ് ഇനി പറയാൻ പോകുന്നത്. Nectophore or nectogalix or swimming bell is a medusa modified for sexual reproduction. വേണ്ടി മെഡ്യൂസ സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി ഫോം ചെയ്തതാണ്. ന്യൂ മെറ്റോഫോറ ഓർ ഫ്ലോട്ട്. This is a bladder-like modified medusa filled with a mixture of gases. New metaphor. And helping the colony to float on the surface. എങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ സർഫസ് ഓൺ ദ വാട്ടർ സർഫസിലാണ് ഇതാക്കുന്നത്. അത് ബ്ലാഡർ, അതൊരു ബ്ലാഡർ ലൈക്ക് മോഡിഫൈഡ് മെഡ്യൂസയാണല്ലോ.
ഫിലോസോയിഡ്സ് ആർ ലീഫ് ലൈക്ക് ബ്രാക്റ്റ് ആണ്, സ്റ്റഡഡ് വിത്ത് നെമറ്റോസൈഡ്സ് ആൻഡ് സെർവിങ് ടു പ്രൊട്ടക്റ്റ് ദ കോളനിയെ ഫിലോസോയിഡ്സ് ഇതാക്കുന്നു. ഗോണോഫോർസ് ബിയേഴ്സ് ഗോണാഡ്സ് ഡൈഷ്യസ് ആൻഡ് പ്രൊഡ്യൂസ് ജേം സെൽസ് ഫോർ റീപ്രൊഡക്ഷന് വേണ്ടി ജേം സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗോണോസോൾ. ഇതൊക്കെ മെഡ്യൂസയാണ്, ഹാലിസ്റ്റമ്മയിൽ കാണപ്പെടുന്ന മെഡ്യൂസയാണ്. താങ്ക് യു.